പിന്നെ ചെടികളൊക്കെ വേണ്ടവർ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഇതിനെ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ടിട്ട് എന്നെ വിളിച്ചാൽ മതി. ഇതിൻ്റെ അടിയിൽ ഞാൻ ഫോൺ നമ്പർ ഇട്ടേക്കാം. ഇഷ്ടമുള്ളവർ വിളിച്ചോളൂ. ഞാൻ ചെടി നിങ്ങൾ തരും. ഏത് ചെടി വേണോ അതിന് ഗ്രീൻ ഷോട്ട് ഇട്ടാൽ മതി. ഞാൻ ഈ ചെടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ചുമ്മാ എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കരുത്. ആവശ്യമുള്ളവർ മാത്രം വിളിച്ച്. കാരണം ഈ ചെടികൾക്ക് 300-350 രൂപയൊക്കെയാണ് വില. ഇതിന് 350 രൂപയ്ക്കാണ് കൊടുക്കുക. കാരണം അതൊക്കെ അതിൻ്റെ വളർച്ചയും അത് വേറൊരു ടൈപ്പും ഒക്കെയാണ്. അതുകൊണ്ടിട്ടാണ് അതിന് 350 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഈ ചെടി ഞാൻ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കൊടുക്കുന്ന ചെടി ഇത് 350 രൂപയ്ക്കാണ് ഞാൻ ഈ ചെടി കൊടുക്കുന്നത്. പിന്നെ ഞാൻ കൊടുക്കുന്ന ചെടി വേറെ ഒന്നുണ്ട്. ഇതാണ് ഈ സൈസ് ഉള്ള ഇങ്ങനെ ഇപ്പോൾ ബ്രാഞ്ചുള്ള പുള്ളൊക്കെ ഉള്ള ചെടികൾക്ക് 300 രൂപയ്ക്കാണ് ഞാൻ ഈ ചെടി കൊടുക്കുക. കാരണം എനിക്ക് 285 രൂപയ്ക്കാണ് എനിക്ക് അവരുടെ ചെടി തന്നത്. എന്ന് വെച്ചാൽ അവർ ആ വിലയ്ക്ക് തന്നെ അവരും വിൽക്കുക. ഞാനിത് സെയിലിനാന്ന് പറഞ്ഞിട്ടൊന്നും അവർ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ എനിക്കും അത് കൂടുതൽ വിലയ്ക്ക് എനിക്ക് വിൽക്കാനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനും 300 രൂപയാണ്. ഇത് ഇത്രയും വലിപ്പമുള്ള അതിമനോഹരമായൊരു ചെടിയാണ്. ഇതിന് ഞാൻ 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു ചെടി ഇത് മദർ പ്ലാന്റാണ്. ഇത് ഞാൻ 300 രൂപയ്ക്ക് കൊടുക്കും. 300 250 രൂപയ്ക്കാണ് ഞാൻ ഈ ചെടി കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നൊരിക്കൽ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഈ ചെടി തരുന്നതാണ്. അപ്പോൾ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ. ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. കാരണം ഈയിടെ ഒരു ഫ്രീ കോൾ ഇട്ടിട്ട് ഞാൻ എൻ്റെ ക്ഷീണം ഇതുവരെ എനിക്ക് തീർന്നിട്ടില്ല. കാരണം അതിൻ്റെ പിറ്റേ ദിവസം അത്രയും വ്യൂസ് എനിക്ക് കിട്ടിയിരുന്നുള്ളതാണ് സത്യം. അതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. 25 ആൾക്കാരോ 25 പേർക്ക് ഞാനിത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം കഷ്ടപ്പെട്ട് ഭക്ഷണം പോലും ഉണ്ടാക്കാതെ. ഞാനിത് പറഞ്ഞു പോയില്ല. അപ്പോൾ എനിക്ക് വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനതങ്ങനെ അയച്ചിട്ടുണ്ട്. അത് വീഡിയോ ഒന്നും ഇടാനൊന്നും എനിക്ക് പറ്റിയല്ല. കാരണം ഞാൻ മടുത്തു. പിന്നെ അതിൻ്റെ തലേ ദിവസം ഒന്നിന് പുറകെ ഒന്നായിട്ട് പിന്നെ എനിക്കിവിടെ ഞാൻ ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരൊക്കെ വന്നവരൊക്കെ പോയി. അതുകൊണ്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടു. ഒരു 10-25 പേര് ഇവിടെ പറ്റിക്കുകയും പിന്നെ വണ്ടിക്കൊക്കെ വന്നിട്ടാണ് എന്നോട് ചെടികൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവർ മുറിച്ചുകൊണ്ട്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്നതിൽ എളുപ്പത്തിൽ നമുക്കിതൊക്കെ മുറിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പായ്ക്ക് ചെയ്യണ്ടല്ലോ, അങ്ങനെയൊരു ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് അങ്ങനെ ക്ഷീണിച്ചിരിക്കണം. അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. ഓക്കെ, ചെടികൾ വേണ്ടവർ. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊടുക്കുന്ന ചെടികളാണ്. അപ്പോൾ നിങ്ങളിതിങ്ങനെ ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി വേണ്ടവർ മാത്രം. കാരണം ഇതിന് വില ഇതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്താൽ ഒത്തിരി സന്തോഷം. ഓക്കെ, ബൈ ബൈ മക്കളെ. ഹൈ ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാർ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്ന ഒരു റെസിപ്പി. ഞാനതൊന്നും റോസ് പരീക്ഷിച്ചത് നല്ല വിജയമായി. അത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ആ കൂടെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വളവും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിനായിട്ട് ഞാനുണ്ട് ഇത് മുട്ടയുടെ തോടാണ്. മുട്ടത്തോട് എത്രയുണ്ടെങ്കിലും നമ്മുടെ ചെടികൾക്ക് അത്യുത്തമമാണ്. നല്ല പൊടിച്ചാൽ മതി. അപ്പോൾ ഇത് 2 മുട്ടയുടെ തോടാണ്. ഇനി ഞാൻ 2 മുട്ട കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. ഈ മുട്ട കൂടി എടുത്തിട്ട് ഞാനിതൊന്ന് മിക്സിയിലിട്ട് അതുപോലെ ഒന്ന് അരയ്ക്കട്ടെ. ആ വളം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വതവേ നമുക്ക് ഇപ്പം എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന 2 ചെടിയാണ്. ഒന്ന് അദീനയും പിന്നെ ഒന്ന് നമ്മുടെ റോസ് കഴിഞ്ഞേ എല്ലാം ഉള്ളൂ. അപ്പോൾ ഞാൻ അവരിലാണ് ആദ്യം പരീക്ഷിച്ചത്. ആ ചെടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവർക്ക് ഇച്ചിരി ഇതൊക്കെ വന്നു, ഈ ഇല ചുരുട്ടൻ സംഭവങ്ങളൊക്കെ വന്നു. ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയത് ഈ വളവും കൂടി നമ്മുടെ ചെടികൾക്ക് പിന്നെ കേട് വരുമ്പോൾ അല്ലെങ്കിൽ ശത്രുക്കൾ വന്ന് ഇനി ആക്രമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ആവശ്യത്തിന് അതിനെ എടുക്കാൻ പാകത്തിൽ, അതായത് അതിന് വലിച്ചെടുക്കാൻ കഴിവുള്ള തരത്തിലുള്ള വളങ്ങളും കൂടെ ചെയ്യുകയാണെന്നൊരിക്കൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകാതെ ഇരിക്കുമെന്നാണ് ഞാൻ എൻ്റെ പരീക്ഷണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടിട്ട്
ചെടിക്ക് കേട് വന്നെന്ന് വരികിലും ഞാൻ അവർക്ക് വേണ്ട വളവും ഒക്കെ ചെടിയിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ കേട് വരാതിരിക്കാനുള്ള ലായനികളും തളിച്ചു കൊടുത്തു. അതെല്ലാം ജൈവമാണ്. അങ്ങനെ തളിച്ചു കൊടുത്തുകൊണ്ടിരുന്നതിന് ഫലമായിട്ടാണ് എൻ്റെ റോസച്ചെടി ഇപ്പോൾ നല്ലപോലെ പൂവായി. ഒരു ട്രിപ്പ് പൂവ് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് വിട്ടു. കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്ക് ചെടിക്ക് പൂക്കളുണ്ടാവുകയുള്ളൂ. അതും റോസച്ചെടിക്ക്, റോസ, ചെമ്പരത്തി ഇങ്ങനെയൊക്കെയുള്ള ചെടികൾക്ക്. ഇപ്പം നമ്മുടെ ഇപ്പം അദീനയൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിന് ബ്രൂൺ ചെയ്ത് അതിനെ വർഷത്തിൽ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിനെ ബ്രൂൺ ചെയ്തങ്ങ് നിർത്തിച്ചാൽ മതി. അപ്പം ഞാനത് ഇതിന് ഒരു പാത്രം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ആ ചാണകപ്പൊടി കൂടുതൽ ഇനിയിപ്പോൾ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ ഇച്ചിരി കമ്പോസ്റ്റും എടുത്തിട്ടുണ്ട്. കമ്പോസ്റ്റ് വളം ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ആ കമ്പോസ്റ്റ് വളവും ഞാൻ കുറച്ച് ഒരു 1/3 കമ്പോസ്റ്റ് വളം എടുത്തിട്ടുണ്ട്. ആ കൂടെ ഇച്ചിരി എല്ലുപൊടി. ഇപ്പം എല്ലുപൊടിയൊക്കെ പാക്കറ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഒരുപാട് എല്ലുപൊടി നമുക്ക് നമ്മുടെ ചെടി റോസയും അദീനയും ഒക്കെയാണ്. അതുകൊണ്ടിട്ട് ഇങ്ങനെയൊരു ഇതുകൊണ്ട് ഒരു 2 ഇത്രയും വളം ഞാനിത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു 3 കുത്ത് എല്ലുപൊടിയും കൂടി ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ ഇത് ഞാൻ ആദ്യമായിട്ട് എടുത്തു വെച്ച വളമുണ്ടല്ലോ, മുട്ടയുടെ ഗുണഗണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. നമ്മളൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഉപയോഗിക്കുന്നത്, ക്ഷീണം അങ്ങ് മാറുന്ന പാടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തോന്നാ, മുട്ടയല്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ചെടികൾക്ക് പൂക്കളൊക്കെ എങ്ങോട്ട് മാറി അത് കട്ട് ചെയ്തൊക്കെ വിടുന്ന ആ സമയത്ത് ഇതുപോലെ ഓരോന്നടിച്ച് ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി ഉത്തമമാണ്. ഇത് ഞാൻ ഇച്ചിരി നനച്ച് അങ്ങോട്ട് വെച്ചതാണ്. ഇതിന് 1 കപ്പ് വെള്ളമാണ് ഞാൻ ആ മുട്ട പൊട്ടിച്ചതും പിന്നെ ഇതും കൂടെ ഞാനങ്ങോട്ട് ചേർക്കുന്നത്. ഇത് 2 മുട്ടയുടെ തൊലി ഞങ്ങൾ പുഴുങ്ങി തിന്നതിൻ്റെ അത് ഞാൻ അതിനകത്ത് ഇട്ടുന്നേ ഉള്ളൂ. അതിന് യാതൊരു ഗുണവുമില്ല. ഈ മുട്ടത്തോട് വല്ല അച്ചിലൊക്കെ അതിനകത്തൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഉരസിയിട്ട് അങ്ങ് ചത്തു പോകുകയോ അല്ലെങ്കിൽ കയറാതിരിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുഴുങ്ങിയ മുട്ട നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ തോല് നമ്മളിടുക. അതേപോലെ ആ പുഴുങ്ങിയ വെള്ളം നമ്മളെടുത്താൽ സൂപ്പറാണ്. ആ വെള്ളമൊക്കെ ഞാൻ ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. അതെടുത്താൽ നമുക്ക് സൂപ്പറാണ്. പക്ഷേ അതിൻ്റെ തൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അത് പൊടിച്ചിട്ട് പിന്നെ ഓർക്കിഡിൻ്റെ ചുവട്ടിലുമൊക്കെ നമ്മൾ വാരിയിട്ട് കഴിഞ്ഞാൽ അച്ചിൽ, കാരണം അവരുടെ മേത്ത് അത്ര നോർമലിലുള്ള ഒരു തൊലിയല്ലേ, അതേലോട്ട് ഇതൊക്കെ മുട്ടത്തോടിൻ്റെ പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര അലർജി, ഞങ്ങൾ ചത്തുപോകും. അതുകൊണ്ടിട്ട് അങ്ങനെ വേണമെന്നൊരു നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പുഴുങ്ങിയ മുട്ടയുടെ തൊടി ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതിന് വിറ്റാമിൻസ് ഇല്ല അതിനകത്ത്. നമ്മൾ ഇതിനകത്ത് ഇട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും കിട്ടുകയില്ല. അതേപോലെ പച്ചമുട്ടയുടെ തൊലിയാണെങ്കിൽ കുഴപ്പമേ ഇല്ല. നമ്മൾ പൊരിക്കുന്നതും പച്ചമുട്ട കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മുട്ട നമ്മളങ്ങോട്ട് ഉപയോഗിക്കാമെങ്കിൽ ഒത്തിരി നല്ലതാണ്. മുട്ടയുടെ തോട് എന്ന് പറഞ്ഞ മാതിരി ഇപ്പം ഞാനിതൊരു സൂപ്പർ വളമായി തീർന്നിരിക്കുക. ഈ വളമാണ് ഞാൻ ഇനി നമ്മുടെ റോസയ്ക്കും ഒക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പം മുട്ട നമ്മുടെ വീട്ടിലൊക്കെ മേടിച്ച് വെക്കുമ്പോൾ കേടൊക്കെ ആകുന്ന മുട്ടയായാലും അത് മതി. ഞാനിപ്പോൾ എടുത്തത് അതിൽ 1 കേടാണ്, 1 നല്ലതുള്ളൂ. അപ്പം ഞാനിത് നമുക്ക് ഒരുപാടൊന്നും ചെടികളുടെ ചുവട്ടിൽ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അത്രമേ നല്ലൊരു സൂപ്പർ കാൽസ്യം ഉണ്ട് അതിനകത്ത് തന്നെ. ഫോസ്ഫറേറ്റ് പിന്നെ മറ്റ് ചെടികൾക്ക് ആവശ്യമായ എല്ലാ വളങ്ങളും ചേർന്ന ഒരു വളമാണ് ഞാനിപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ചുവട് നമ്മൾ നല്ലതുപോലെ പൊട്ടിച്ച്, അതുപോലെ തന്നെ പുതിയ ചെടി കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളത് മറ്റ് ചട്ടിയിലേക്കൊക്കെ നട്ടിട്ട് അതിന് നല്ല കൂമ്പൊക്കെ വരണം. എന്നാലേ നമുക്കതിന് ചുവട്ടിൽ വളമിട്ട് കൊടുത്താൽ അവരത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ ആ കൂമ്പ് വന്നു. ഇതുകൊണ്ടോ പുതിയ ചെടി ഞാൻ വളർത്തിയിട്ട് അതിന് കൂമ്പ് വന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇത് കൂട്ടിച്ചിട്ട് പൊട്ടിച്ചേച്ചിട്ട് ഇങ്ങനെ ഓരോ പിടി ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും അവർക്ക് ആവശ്യമില്ല. നമ്മൾ പിന്നെ വളം ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ അകത്തി അങ്ങ് ഇട്ട് കൊടുത്തിട്ടാൽ മതി. കാരണം ചുവപ്പ് ഒഴിക്കുന്നില്ല, നേരമില്ല. ഇത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം ഇതാണല്ലോ ഇതിന് എന്നാ നല്ല ഉഷാറില്ല ഇത് കയറി വരുന്നതെന്നുള്ളൂ. ഇത് നമ്മുടെ ബഡ്ഡേന്ന് വരുന്ന തണ്ടല്ലത്,
ഇത് നമ്മുടെ പിന്നെ ബഡിൻ്റെ എതിർവശത്തു നിന്ന് അതിൻ്റെ അമ്മ ചോടേന്ന് കയറി വരുന്നതാണ്. ഈ സാധനം ചീത്തയുടെ ഇതിലൊരിക്കലും പൂക്കളുണ്ടാകുന്നതല്ല. അപ്പോൾ ഇത് നമുക്ക് തൂരക്കളയാം. ആ പൊടിയീച്ച വന്ന് ഉപദ്രവിച്ചായിരുന്നു. ഞാൻ അവർക്കൊക്കെ അതിന് വേണ്ട വളങ്ങളൊക്കെ കൊടുത്ത് കുറേ വ്യത്യാസം വന്നു. എന്നാലും ഒന്നുകൂടി ഉണ്ട്. ഇനി ഞാനങ്ങനെ അവർക്ക് വേണ്ടതായ ഇത് എന്നതാ കൊടുക്കുന്നത്, ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കൂടെ അരച്ച് അതിൻ്റെ നീരൊഴിച്ചാണ് ഞാനിത് രാവിലെ വൈകുന്നേരം എല്ലാം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇന്നലെ ഒഴിച്ച് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒഴിക്കുക എന്നൊന്നും ആരും വെക്കണ്ട. അത് അന്നേരം തന്നെ ചെയ്തോളുക. അത് തന്നെയുമല്ല, ഇത് കേടില്ലെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ചെയ്യാതെ ഇരിക്കണ്ട. അന്നേരം നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്താലേ ഇതുങ്ങൾ വരാതിരിക്കുള്ളൂ. കാരണം നമ്മളിനിയിപ്പോൾ രാസത്തിൻ്റെ ഇത് വിഷത്തിൻ്റെയൊക്കെ ഇതാണ് കൊടുക്കുന്നതെന്ന് ഒരിക്കലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഞാനത് ചെയ്തില്ല. കാരണം അത് ചെയ്യുവാണെന്ന് ഒരിക്കലും ഇഷ്ടം ഇപ്പം ഇത്രയും കഷ്ടപ്പാടൊന്നും എനിക്ക് പെടണ്ട. പക്ഷേ ഞാനത് ചെയ്തില്ല. കാര്യം എല്ലാവരും പറഞ്ഞു പിന്നെ ഏതാണ്ടൊക്കെ വളമുണ്ട്, അല്ല മരുന്നുണ്ട്, അതങ്ങ് അടിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ നമ്മുടെ വീടിൻ്റെ മിറ്റമായതുകൊണ്ട് എനിക്കൊരു മടി, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ അടിച്ചു കൊടുക്കാതിരുന്നത്. ഇതിങ്ങനെ മതി. ഇച്ചിരി അകത്തി അങ്ങോട്ട് ഇട്ടേക്കുക. അവരുടെ വേര് ഇച്ചിരി അകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് അവരങ്ങോട്ട് നന്നായിട്ട് വളർന്നോളും. അപ്പോൾ പൂവുണ്ടാകുന്ന ഏത് ചെടിക്കും അത്യുത്തമമാണ് ഈ വളം. പൂവുണ്ടാകുന്നില്ല, അല്ലെ പൂ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ എന്നൊക്കെ അങ്ങ് തോന്നുന്ന ചെടികളുടെയൊക്കെ ചുവട്ടിൽ ഈ വളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിക്കോളും. ഓക്കെ, ഞാനിങ്ങനെ വളമിട്ട് കൊടുത്ത ചെടിയാണിത്. അതുകൊണ്ട് ഞാൻ അവർക്ക് ഈ ചുരുളിമയും അനുഭവം വന്നു. അപ്പോൾ ഞാനിതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെയുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തു. ഇപ്പം ഇലയെല്ലാം നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. ഈ ചുരുളിമേൽ ഉണ്ടായതാണ് ഈ പൂക്കൾ. ഞാൻ അവർക്ക് ഈ വളം അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിട്ട് അവർക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ട ജൈവവളം, അതായത് വെളുത്തുള്ളി ഇഞ്ചി തൊലിയോ ഒക്കെ കിട്ടുമല്ലോ, അങ്ങനെയുള്ള നീറുന്ന ഇതൊക്കെ ഒഴിച്ച് കാന്താരിമുളകിൻ്റെ ഇതുമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം കൂടെ അരച്ചിട്ട് വേപ്പെണ്ണ ഇച്ചിരി സോപ്പ് വെള്ളമൊക്കെ കൂടി ചേർത്ത് അരച്ച് പിഴിഞ്ഞ് സ്പ്രേ ചെയ്തതിൻ്റെ ഇളയുടെ അടിയിൽ ഞാൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ കൊടുത്ത് അങ്ങനെ കൊടുത്തതിൻ്റെ ഫലമായിട്ടോ അപ്പോൾ ഈ ഇലകൾക്കൊക്കെ ഒരു ഇതുവരെ വന്നു. അപ്പോൾ ഞാൻ ഇതിനെടുത്ത് കുറച്ച് തണുത്തോട്ട് വെച്ച്. വെയിലും ഉണ്ടായിരുന്നു, കുറച്ച് വെയിലും. റോസയ്ക്ക് വെയിൽ ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട്. പക്ഷേ ഒരു 11-12 മണിയോട് കൂടി അങ്ങ് വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അസ്തമിക്കണം വരെ അവിടെ വെയിൽ വരും. അങ്ങനെയൊരു സ്ഥലമായിരുന്നു. അത് കാരണം ചെടികൾക്ക് ഇച്ചിരി ഒരു വാട്ടം വന്നു. എന്നാലും അതുകൊണ്ട് അതിനൊരു ഭംഗി കുറവതുകൊണ്ടോ ഇതൊക്കെ അങ്ങനെ വെയിൽ കൊണ്ടിട്ടുമൊക്കെ വാടിയത് നമുക്ക്. അപ്പോൾ ഞാൻ ഇനി എടുത്തിട്ട് തണലത്തോട്ട് വെച്ചു. തണലത്ത് വെച്ച് ഇനി ഇവിടെ ഒരു ശകലം വെയിൽ വരും കുറച്ച് കഴിയുമ്പോൾ. ഒരു ഇച്ചിരി വെയിൽ വന്നേച്ചിട്ട് അവരങ്ങ് മാറിപ്പോകും. അപ്പോൾ അവരുടെ ആ ക്ഷീണം അങ്ങ് മാറിക്കഴിഞ്ഞിട്ട് വേണം എനിക്കിതിനെ എടുത്ത് ഇച്ചിരി കൂടെ വെയിലുള്ളിടത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടോ ഇപ്പോൾ ഇതിനൊക്കെ ഉണ്ടാകുന്ന പൂക്കൾ കണ്ട് എണ്ണമെങ്കിൽ എണ്ണിക്കുമെന്ന് പണ്ട് പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ കണ്ട് ഇത് ചെയ്ത പോലെ എന്നെ സമരം ചെയ്യുമ്പോൾ വിളിച്ച് പറഞ്ഞതുപോലെയാണ്. പെണ്ണാമെങ്കിൽ എണ്ണിക്കൊള്ളുക. ഈ ഒരൊറ്റ തണ്ടയിലാണ് ഈ പൂക്കൾ മുഴുവൻ വന്നത്. അപ്പോൾ ഇത് വിടർന്ന് വരുന്നതേ ഉള്ളൂ. എല്ലാം ഒന്നിച്ച് വിടർന്നില്ല, കുറേശ്ശെ വിടും. അതുകൊണ്ട് അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഞാൻ ഈ വളവും കൊടുത്തു, ആ മരുന്നും അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് മനോഹരമായ വളമാണ്. ഇനി ഞാൻ അധീനത്തിനും ഇടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാവർക്കും ആ വളം കൊടുത്തു കഴിഞ്ഞ് ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ആംഗ്ലോണിമയ്ക്കാണേ. കുറച്ച് ആംഗ്ലോണിമയുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഒരുമാതിരി പൂ വരുന്ന എല്ലാ ചെടികൾക്കും വളർച്ച ഉണ്ടാകാൻ ഉള്ള തൈ ചെടികൾക്കൊക്കെ ഞാൻ ഈ വളം ഇട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഞാൻ കൊടുത്തു. ഞാൻ ജറബറയ്ക്ക് വരെ ഞാൻ ആ വളം ഇട്ട് കൊടുത്തു. പക്ഷേ ഈ ജറബറയ്ക്ക് എന്തോ ഒരു ഇതായി ഉണ്ട്. കുമ്മായി ഇട്ട് കൊടുത്തിട്ടൊക്കെ അതിൻ്റെ ഇലയെല്ലാം അങ്ങനെ വെളുത്ത് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല. കുമ്മായിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. 2-3 ചെടിക്ക് ഇനി അതിനെക്കുറിച്ച് കൂലങ്കഷമായി പഠിക്കണം. എൻ്റെ ആംഗ്ലോണിമ മക്കൾക്ക് കൊടുക്കാനാണ് ഞാനിത്. അവർക്ക് ഇത് കട്ടിയിലൊക്കെ കൊടുക്കാനൊന്നും അതിലെ ചെറിയ തൈകളാണ്. ഞാനത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഞാനത് ഇന്നൊരു കോംബോ ഓഫർ ഇടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. എന്നാലും
ചെടികൾക്ക് ഞാനെപ്പോഴും അവരെ ഞാൻ വിൽപ്പനയ്ക്കാണല്ലോ എന്നാൽ ഇനിച്ചിട്ട് രാസവളം അങ്ങ് ഇട്ട് കൊടുത്തേക്കാം എന്നാൽ വേഗം വളരുമല്ലോ, അങ്ങനെയുള്ള ഒരു ചതിയൊന്നും ഞാൻ ചെയ്യില്ല. വളർച്ച ഇച്ചിരി കുറഞ്ഞാൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്കത് നല്ല ഭംഗിയിൽ കിട്ടണമെന്ന് വരികിൽ നമ്മൾ ജൈവവളം മാത്രമേ അതിന് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വളമെല്ലാം ചേർത്ത് അതിൻ്റെ ചുവട്ടിൽ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. കാരണം എല്ലാം ചേർന്നതല്ലേ. അപ്പോൾ നമുക്കത് കുറേശ്ശെ അങ്ങോട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനാവശ്യമായത് അതിന് കിട്ടിക്കോളും. വളം പിന്നെ തൈ നട്ടിട്ട് ഇതാണ് എൻ്റെ ഡയമണ്ട് റോസ് എന്ന് പറഞ്ഞാണ് എനിക്ക് അവർ ഇത് തന്നത്. ഇത് ഇച്ചിരി വളർച്ച കുറവാണ്. ഇപ്പം ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ അവർക്ക് വളർച്ച ആക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ സൂപ്പർ വൈറ്റ് ഇത് രണ്ടും ഇതൊക്കെ ഡയമണ്ട് റോസ് എന്നും പറഞ്ഞ് തന്നെ ഡയമണ്ട് റോസുകളാണിത്. ഞാൻ ഡയമണ്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടിട്ട് എനിക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ഇത് അറിയത്തില്ല. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സൈസ് റോസ് കളറാണിത്. ഇതൊക്കെ ഒരു സാരിയൊക്കെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവർക്കൊക്കെ ഈ വളവെള്ളം ചിരിച്ച് അങ്ങോട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരുപാട് ഞാൻ കൊടുക്കുന്നില്ല, കുറേശ്ശെ. അതായത് എന്നാ പറയുക, ഒരു 10 മില്ലിയോ അങ്ങനെയൊക്കെ വേണേൽ പറയാം. കാരണം ഒരുപാട് ഒഴിച്ച് കൊടുത്താൽ അവർക്ക് ദഹിച്ചില്ലെങ്കിലോ എന്ന് ഓർക്കണ്ട. അതാണ് ഞാൻ അവർക്ക് അതിൻ്റെ കട്ടിയായിട്ട് അതിൻ്റെ പൊടിയായിട്ട് ഞാൻ കൊടുക്കാഞ്ഞത്. കാരണം ഇവർ നട്ടിട്ട് ഒരു 15 ദിവസമേ ആയുള്ളൂ. വളരുന്നുണ്ട്, നല്ല വളർച്ചയൊക്കെ ഉണ്ട്. ഇച്ചിരി കൂടെ വളർന്നിട്ട് വേണം നിങ്ങൾക്കത് തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. അപ്പം നല്ല വളം വേണമെന്ന് ഒരിക്കലും ഇച്ചിരി അങ്ങ് ഇട്ട് കൊടുത്താൽ അവർ വളർന്നു പോകുന്നോളും. എല്ലാവരും പറയുന്നുണ്ട് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ എടുക്കുന്ന ആൾക്കാരെ ഞാൻ ചതിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇച്ചിരി യൂറിയയോ പൊട്ടാഷോ ഒക്കെ അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരുപക്ഷെ ഇത് നല്ല പെട്ടെന്ന് ഇതിങ്ങോട്ട് കയറി വരും. എന്ന് വെച്ചിട്ട് പിന്നെ നിങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അധികം താമസിക്കുക അതിന് വല്ല കേടും സംഭവിച്ചെങ്കിൽ നിങ്ങൾക്ക് സങ്കടം, എനിക്കും സങ്കടം. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് അറിയിക്കും, ചേച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങി ചെടി നശിച്ചു പോയി കേട്ടോ എന്ന് പറയും. ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ കൊടുക്കുന്ന ഒരു ചെടി ഇന്ന് വരെ നശിച്ചു പോയെന്ന് കേട്ടിട്ടില്ല. നല്ല ഉഷാറിൽ വരുന്നതെന്നേ കേട്ടിട്ടുള്ളൂ. അത് തന്നെയുമല്ല, നമ്മൾ ചെടികൾ മേടിക്കുമ്പോൾ അതിനെ നന്നായിട്ട് പരിപോഷിപ്പിച്ചെടുക്കുകയും വേണം. എന്നാലേ നമുക്ക് ആ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്ന് ഒക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെടിക്ക് കേടുവരാൻ ഞാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള ജൈവ വളങ്ങൾ, ചാണകവെള്ളം ഇതൊക്കെ ഞാൻ കൊടുക്കലുള്ളൂ. വേറെ ഒരു സാധനം ഞാൻ ഇവർക്കൊന്നും കൊടുക്കലില്ല. അപ്പോൾ ഈ ചെടികളൊക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം. ഇതിനൊക്കിപ്പോൾ അതിന് ചിരിച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ നോക്കി. ഞാൻ അവർക്കൊക്കെ ഇങ്ങനത്തെ ജൈവവളങ്ങളും എല്ലാം ഞാൻ അവർക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാത്തിയയാണ്. ഇവർക്ക് ഇതൊന്നും ഞാൻ ഇതുവരെ കൊടുത്തില്ല. ഇത് പിന്നെ എനിക്ക് ഇത് കിട്ടി, പിന്നെ കലാത്തിയ കിട്ടിയപ്പോൾ എൻ്റെ ഇത് ചാണകപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതും മണലും കൂടെ ചേർത്ത് ഞാനങ്ങ് വെച്ച് കൊടുക്കും. ഇത് മണലും ഇത് പിന്നെ ഈ നമ്മുടെ കൊക്കോപ്പീറ്റും ഒക്കെ കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് അവർക്ക് കൊടുക്കുക. ഇപ്പോഴാണ് ഞാൻ ഇച്ചിരി എല്ലുപൊടി വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഇച്ചിരിച്ച് ഇത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് നല്ല വളർച്ചയുണ്ട്. ഈയിടെ ഞാൻ അതിനെയൊക്കെ നന്നായിട്ടൊന്ന് എന്നാ ചെയ്യുക, റീപോർട്ട് ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം റീപോർട്ട് ചെയ്ത് വെച്ചതാണ്. വേണമെന്നൊരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നൊരിക്കും ഇത് കുറച്ച് ഞാൻ തരാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വലിയ ചെടിയും ഒരുമാതിരി വലിയ ചെടിയും ഉണ്ട്. ഇന്നലെ കൊടുത്ത ചട്ടിയാണ്. ഇത് കൊടുക്കാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ അതിനെ രാസവളത്തിലൊന്നും മുക്കിയല്ല, ഒരിക്കലും ഞാനത് ചെയ്യില്ല. അതിൽ വലിയത് നോക്കി ഇന്നലെ ഞാൻ പറിച്ച് കൊടുത്തതാണ്. ഈ ചെടികളെൻ്റെ ഇത് പിന്നെ ഇതിൻ്റെ പേരെന്നാ റെഡ് റോസ് അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. അങ്ങനെയാണ്, എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിത് പുതിയതായിട്ട് വാങ്ങിയ ചെടിയാണ്. അപ്പോൾ ഒരു 10 എണ്ണം മേടിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്ന് എഴുതി തരാം കേട്ടോ. ഇനി ഞാനൊരു കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഡയമണ്ട് റോസ്, ഡയമണ്ട് റെഡ് എന്നാണ് അവിടെ പറഞ്ഞത്. ഒന്ന് ഡയമണ്ട് റോസും ഒന്ന് ഡയമണ്ട് റെഡും. ഇതാണ് ആ ചെടി. കാരണം ഇതുമല്ല ഒറ്റ ഒരു ചെടിയാണ്. പക്ഷേ അതിൻ്റെ ഇലയ്ക്കൊക്കെ പല വ്യത്യാസങ്ങളും കാണുന്നുണ്ട്. പക്ഷേ എല്ലാം ഒന്നുപോലെ ഒക്കെയാണെന്നില്ല. അവർ അതിനൊക്കെ പല വേരുകളൊക്കെ ഉപയോഗിച്ചാണ് എനിക്ക് ഈ ചെടികളൊക്കെ തന്നത്. എനിക്കറിയത്തില്ല
എന്നതാണ്. ഇത് വേറൊരു ടൈപ്പ്. ഇത് എൻ്റെ കയ്യിൽ ഒരു ചെടി ഞാൻ വാങ്ങിച്ചിട്ട് 1.5 വർഷമായി. അപ്പോൾ ഞാനതൊരു 3 എണ്ണമാക്കി. അതിൽ വേണമെങ്കിൽ 2 എണ്ണവും ഞാൻ ഇപ്പോൾ കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇതുണ്ട് ഈ ചെടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് ഇവിടുന്ന് നല്ല ചെടി വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊരിക്കൽ ഞാൻ അത് തരാം. ഞാൻ ഇന്ന് ഇതിടാം കേട്ടോ. ഞാൻ ഓഫർ ഇടാം. ഇതൊക്കെ നന്നായിട്ട് ചുവടൊക്കെ പിടിച്ച ചെടിയാണ്. നല്ലോണം നല്ല വലിയ വേരും ഒക്കെ ആയതാണ്. നല്ല പച്ചച്ച് നിൽക്കുന്ന വേരാണ്. എനിക്ക് കിട്ടിയപ്പോൾ അതെല്ലാം ഒരു മാതിരി ഞണ്ടിൻ്റെ ഇറുകാല് പോലെ ഇരുന്ന ചെടിയാണ്. അവരെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ സൂപ്പർ മണലാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇന്നലെ ഞാനത് കൊടുത്ത ചെടിയുടെ ഇതുണ്ടോ, നിങ്ങൾ കണ്ടോ. ഞാൻ ഇങ്ങനെയുള്ള മണലും ഇതും കൂടെ കൂടിയ ഇതിലാണ് ഞാനിത് വെച്ചത്. അതിനകത്ത് ഇച്ചിരി കമ്പോസ്റ്റും ഇച്ചിരി ചാണകപ്പൊടിയും ഒക്കെ ചേർത്താണ് ഞാനിത് നട്ടത്. അതിനകത്താണ്. അപ്പോൾ ഇന്നലെ ഞാനത് അവരെ പറിച്ച് ഈ മണലോട് കൂടി കുറച്ച് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. മിക്കവാറും ഇപ്പം ഞാൻ അയക്കുന്ന ചെടികളെല്ലാം പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നൊരിക്കലും ഞാൻ ഈ ചെടികൾ തരാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതുകൊണ്ടോ, ഇതെല്ലാം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. ആവശ്യക്കാരുണ്ടെന്നൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരെണ്ണം ഇല്ല കേട്ടോ. ഈ ഒരെണ്ണം ഒറ്റ ചെടിയേ ഉള്ളൂ. അതിനെ ഒന്ന് മക്കളൊക്കെ ആയിട്ട് വേണം എനിക്ക് അതിനെ ഒന്ന് പറിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതായിട്ടില്ലത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്നതാണ്. ഇത്രയൊന്നും നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലല്ലോ. ഇനി അത് കുഞ്ഞു പിള്ളേരൊക്കെ അതിനുണ്ടായിക്കോളും. പിന്നെ നമ്മളെന്തിനാ വെറുതെ അതിനെ മെനക്കിടുന്നു. അതുകൊണ്ടിട്ട് കുറച്ച് ഞാനിതും കൊടുക്കും. ഇതൊക്കെയാണെങ്കിൽ എന്നാ സുഖം. ഈ ചെടി കൂട്ടാകട്ടോ. ഇതുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുന്ന മക്കളെ കണ്ടോ. അപ്പോൾ ഇതിന് ഈ പച്ച നിറം വന്നു. ഇതിൻ്റെ ചുവട്ടിലുള്ള മക്കൾക്ക് ഈ നിറവും വന്നു. ഇതിനെ ഭംഗിയായി ഇതിങ്ങനെ വരുമ്പോഴാണ് ഈ കളറുകളൊക്കെ ഈ ചെടികൾ ഇങ്ങനെ വരും. എന്ത് ഭംഗിയാണ്. ഇതിലും ഭംഗി വന്നായിരുന്നു ഈയിടെ ഒരു ചെടി. അത് ഞാൻ ആർക്കാണ്ടോ കൊടുത്തു. അവർക്കത് ഒത്തിരി ഇഷ്ടമായി ആ ചെടി. അങ്ങനെ വേണ്ടവർക്കൊക്കെ ഞാൻ ഈ ചെടി തരും. അവർക്ക് ഞാൻ കൊടുക്കുന്ന വളം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചിട്ട് ഈ ചെടികൾ മേടിക്കാം. നിങ്ങൾക്ക് ഇത് തന്നെയൊക്കെ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി. ഒട്ടും പോലും പേടിക്കണ്ട. ഓക്കെ, ബൈ ബൈ. പിന്നെ അധീനം ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നിറയെ മുട്ടുകളായിട്ടുണ്ട്. ഇനി ഇച്ചിരൂടെ കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ച എടുക്കും ഇതൊക്കെ വിരിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇതിനൊക്കെ ഞാൻ വളം ഇട്ട് കൊടുത്തു. പക്ഷേ ദിവസവും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അപകടം വരും. അതുകൊണ്ട് ദിവസവും വെള്ളം കൊടുക്കരുത് എന്നുള്ള താല്പര്യക്കാരിയാണ് ഞാൻ. കാരണം അതിൻ്റെ ചുവടിന് ചളുക്കം പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടമാണ്. അത് ചിലപ്പം ഇതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചെടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ ഇനി അങ്ങോട്ട് ഈ പൂവൊക്കെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ പൂക്കൾ അത്ര മനോഹരമാണ് ഇതിൻ്റെ പൂവ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പൂവ് ഇപ്പോൾ 2-3 പൊഴിഞ്ഞ് താഴോട്ട് വീണതുകൊണ്ടോ. ഇതൊക്കെ കാണാനുള്ള ഒരു ഭംഗിയുണ്ട്. എന്തോരെയാണ്. ഞാനീ പൊഴിഞ്ഞ് വീണാലും ഞാനതെല്ലാം പെറുക്കി എടുത്ത് കുറച്ച് ദിവസം പെരയ്ക്കാതെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വയ്ക്കും. എന്നുവെച്ചതിന് ശേഷം മാത്രമേ ഞാനതൊക്കെ